ധന്യനാകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കും അനുഗ്രഹത്തിനും ദൈവവചനം അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും നാം അംഗീകരിക്കുകയും ദൈവവചനം പ്രാധാന്യം കൊടുക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ദൈവവചനം ഒഴിഞ്ഞിരിക്കുവാൻ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നാം ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യണം എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നു. അത് പലപ്പോഴും തിരിച്ചറിയാതെ സഭയെന്ന നിലയിൽ, പ്രസ്ഥാനങ്ങളെന്ന നിലയിൽ, വ്യക്തികളെന്ന നിലയിൽ ഞാനും നിങ്ങളുമൊക്കെ പല സമയങ്ങളിൽ തെറ്റിപ്പോവുകയും വഴുതിപ്പോവുകയും ചെയ്യുക എന്നത് സർവ്വസാധാരണമാണ്. എന്നാൽ ഒരു ദൈവപൈതലിനെ കർത്താവ് വിളിച്ചിരിക്കുമ്പോൾ ആ വിളിയിൽ തന്നെ വലിയ ദൗത്യവും ഉത്തരവാദിത്വവും ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് നാം മറന്നു പോകരുത്. എന്നാൽ പലപ്പോഴും ആ ദൗത്യം മനസ്സിലാക്കുവാൻ കഴിയാതെ ജീവിതത്തിൽ സ്ഥാനമോഹങ്ങളോ അധികാര ചിന്തകളോ അല്ലെങ്കിൽ സാമ്പത്തികമാകുന്ന ഉദവിയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയോ എന്ന് വേണ്ട ദ്രവ്യാഗ്രഹമോ ഒക്കെ നമ്മളെ വ്യത്യസ്ത നിലകളിൽ പരാജയത്തിലേക്ക് നയിക്കുവാനിടയുണ്ട്. അല്പസമയം ഇവിടെ ഞാൻ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു എന്ന് നാം വായിപ്പാനിടയായിത്തീർന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ദൗത്യം നാം വിട്ടൊഴിയേണ്ടുന്നത് എന്നതിനെക്കുറിച്ച് ചില ചിന്തകൾ ഇവിടെ ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. നാം ഇവിടെ 14-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിച്ചത്: അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. അപ്പോൾ ദൈവിക തിരഞ്ഞെടുപ്പിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമായി നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നു. ഒന്ന്, അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തിരിക്കുക. എന്തിനു വേണ്ടി വീണ്ടെടുത്തിരിക്കുന്നു? സൽപ്രവർത്തികളിൽ ശുഷ്കാന്തി ഉള്ളവരായി തീരേണ്ടതിനായി ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പിന്നെയും യോഹന്നാന്റെ സുവിശേഷം നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്ന് ആ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ഉദ്ദേശം ഒന്ന്, അധർമ്മത്തിൽ നിന്നവൻ നമ്മളെ വീണ്ടെടുത്തു, സൽപ്രവൃത്തിക്കായിട്ട് താൻ നമ്മളെ തിരഞ്ഞെടുത്തു. പിന്നെയും നാം കാണുമ്പോൾ അധികം ഫലം കായ്ക്കേണ്ടതിനായി ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു, ഫലം നിലനിർത്തേണ്ടതിനായി ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. പല ദൈവവചനവും പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദൈവസന്നിധിയിൽ ഭക്തിയോടും വിശ്വാസത്തോടും സത്യത്തോടും നിർമ്മലതയോടും ആർദ്രതയോടും സ്നേഹത്തോടും നിലനിൽക്കുവാൻ വേണ്ടി കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു എന്നൊക്കെ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മുടെ ദൗത്യം മറന്ന് നമ്മളെക്കുറിച്ചുള്ള ദൈവിക പ്ലാനുകൾ, ദൈവിക ചിന്താഗതികൾ, ദൈവിക ആലോചനകൾ മറന്ന് ഞാനും നിങ്ങളും മുൻപോട്ട് പോകാറുണ്ട്. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ നാം അനുവർത്തിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, നാം ക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിക്കുമ്പോൾ അനാവശ്യ വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് ആത്മീകമായി അഭിവൃദ്ധിക്കായി വളരുവാൻ തക്കവണ്ണം താല്പര്യത്തോടെ ദൈവിക വിശ്വാസത്തിലും കാഴ്ചപ്പാടിലും നാം ജീവിക്കേണ്ടിയിരിക്കുന്നു. ഞാനിവിടെ പറഞ്ഞത് അനാവശ്യ വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് ജീവിക്കുക എന്ന് പറയുമ്പോൾ, നാം ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് നമ്മളെ വിരൽ ചൂണ്ടുവാൻ, നമ്മളുടെ മേൽ ദൃഷ്ടി വയ്ക്കുവാൻ, നമുക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുവാൻ ഒരുപക്ഷെ പൈശാചിക മണ്ഡലങ്ങൾ നിലനിൽക്കുന്നു. നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന അനേക വ്യക്തിത്വങ്ങൾ നമുക്കെതിരെ എഴുന്നേൽക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് ആരോപണം ഉന്നയിക്കുവാൻ ഇടവരാത്ത നിലവാരത്തിൽ ദൈവത്തെയും മനുഷ്യരെയും പ്രസാദിപ്പിച്ച് കുറ്റമറ്റ മനസ്സാക്ഷിയിൽ ജീവിക്കുവാൻ
നാം തയ്യാറാകേണ്ടിയിരിക്കുന്നു. വിശേഷാൽ നാം മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത എന്തെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ നാം ഉണ്ടാക്കുന്നതും നേടി വയ്ക്കുന്നതും പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാക്കി നാം പ്രാപിച്ചെടുക്കുന്നതുമാകുന്ന പലതും താൽക്കാലികങ്ങൾ മാത്രമാണ്. അതൊരുപക്ഷെ നിലനിൽക്കാത്തതും ഒഴിഞ്ഞു പോകുന്നതുമാണ്. അപ്പോൾ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി ദൈവിക ഭക്തിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ദൈവിക ദർശനത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നത് ഒരാത്മികനെ സംബന്ധിച്ചിടത്തോളം ദൈവം അല്ലെങ്കിൽ ദൈവവചനം ഇഷ്ടപ്പെടുന്നില്ല. രണ്ടാമതായി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഭിന്നത വരുത്തുന്നവരെ ഒഴിഞ്ഞിരിക്കേണ്ടുന്നത് ആവശ്യമാണ്. ഭിന്നത വരുത്തുന്ന സ്വഭാവമുള്ളവർ ഇന്ന് കുടുംബങ്ങളിൽ, സഭകളിൽ, ദേശത്ത്, ദൈവദാസന്മാരുടെ ഇടയിൽ, വിശ്വാസികളുടെ ഇടയിൽ വർദ്ധിക്കുന്നു. ഭിന്നത വരുത്തുന്നവർ അവർ ദൈവഹിതത്തിന് യോഗ്യരല്ല, അല്ലെങ്കിൽ ദൈവാലോചനയ്ക്ക് യോഗ്യരല്ല എന്ന് തിരിച്ചറിഞ്ഞ് അവരെ അകറ്റി നിർത്തേണ്ടുന്നത് ആവശ്യമാണ്. മൂന്നാമതായി, ദൈവത്തിനും ദൈവിക ചിന്താഗതിക്കും വിപരീതമായ ആലോചനകൾ ഉണ്ടാക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരോട് നാം ഒഴിഞ്ഞിരിക്കേണ്ടുന്നത് ആവശ്യമാണ്. നാലാമതായി, വെളിച്ചത്തിൽ നടക്കാതെ ഇരുളിൻ്റെ ചിന്തകൾ വരുത്തുന്ന സ്വഭാവങ്ങളെ വിട്ടൊഴിഞ്ഞ് നാം ജീവിക്കേണ്ടുന്നത് ആവശ്യമാണ്. അഞ്ചാമതായി, മനസാക്ഷി അശുദ്ധമാക്കുന്ന പ്രവൃത്തികളെ അല്ലെങ്കിൽ പാപ സ്വഭാവങ്ങളെ ഉപേക്ഷിച്ച് ദൈവഹിതപ്രകാരം മനഃപൂർവ്വമായി അങ്ങനെയുള്ള ചിന്തകളെ തോൽപ്പിക്കുവാനുള്ള വാഞ്ചയോടെ, ആഗ്രഹത്തോടെ നാം ജീവിക്കേണ്ടുന്നത് ആവശ്യമാണ്. എല്ലാത്തിലുമുപരി ദൈവത്തോടും ദൈവവചനത്തോടും വിധേയത്വം പുലർത്തി ദൈവത്തിൻ്റെ കരുണയ്ക്കും കൃപയ്ക്കുമായി യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ആത്മാർത്ഥവും സത്യസമ്പൂർണവുമാകുന്ന ഒരു ജീവിതയാത്രയ്ക്കായി അല്ല ഞാനിങ്ങനെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ വരവിങ്കിൽ ഒരു കാരണവശാലും തള്ളപ്പെട്ടു പോകുവാൻ ഇടവരാതെ വണ്ണം കുറ്റമറ്റ മനസ്സാക്ഷിയുടെ ഉടമയായി ദൈവിക ചിന്തകൾക്ക് അനുരൂപമായി ദൈവവചനത്തെ അനുസരിച്ച് പ്രാർത്ഥനയിൽ, വിശ്വാസത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകാപരമാകുന്ന ഒരു ജീവിതം നയിച്ച് നാം മുൻപോട്ട് പോകുവാൻ സർവശക്തനാകുന്ന ദൈവത്താൽ നാം ഏവരും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാനും പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഇന്നിവിടെ പറയപ്പെട്ട നല്ല വചനത്തിനായി ഞങ്ങൾ സ്തോത്രം. വിട്ടൊഴിയേണ്ടതിനെ വിട്ടൊഴിഞ്ഞ് ദൈവിക ഭക്തിയിൽ, ചിന്തകളിൽ, ദൈവികമാകുന്ന മൂല്യത്തിൽ മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ താൽക്കാലികമായി മാടി വിളിക്കുന്ന മോഹങ്ങളെ, പ്രതാപങ്ങളെ, ചിന്തകളെ, ആലോചനകളെ വിട്ടൊഴിഞ്ഞ് ദൈവകൃപയിൽ വിശ്വസ്തയോടെ ജീവിപ്പാൻ സ്വർഗമേ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. അതിനായി നിന്റെ ജനത്തെ ഞാൻ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള വിചാരങ്ങൾ, ചിന്തകൾ ദൈവിക ഭക്തിയിൽ നിന്ന് നിന്റെ ജനത്തെ അകറ്റിക്കളയുന്നെങ്കിൽ അതിനെ ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ശാസിച്ച് അതിൻ്റെ മേൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഒരു വലിയ വിടുതൽ പകർന്നു മാനിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.